നമസ്കാരം. രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ അയോധ്യ നഗരം വികസനത്തിന്റെ പുതിയ പാതയിലാണ്. ജനുവരി 22 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് അയോധ്യ. 500 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ശ്രീരാമക്ഷേത്രത്തിന്റെ വാതിലുകൾ സാധാരണക്കാർക്കായി തുറക്കാൻ പോകുന്നത്. മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി അയോധ്യയിൽ 85,000 കോടി രൂപയുടെ വികസനം കൂടിയാണ് അയോധ്യയിലെത്തുക. ശ്രീരാമക്ഷേത്രം രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തിന്റെ കേന്ദ്രം മാത്രമല്ല, ഈ പ്രദേശത്തിന്റെ വികസനത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും പ്രതീകവുമാണ്. രാമക്ഷേത്രം മതപരമായ ടൂറിസം വർദ്ധിപ്പിക്കുമെന്നാണ് സൂചന. അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ ഹോസ്പിറ്റാലിറ്റി, FMCG മേഖല വരെയുള്ള കമ്പനികൾ അയോധ്യയിൽ നിക്ഷേപം നടത്താനെത്തും. അടുത്തിടെ പുതിയ റെയിൽവേ സ്റ്റേഷനും അന്താരാഷ്ട്ര വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തിയിരുന്നു. ഇതിനിടയിൽ 15,000 കോടിയിലധികം രൂപയുടെ പദ്ധതികളുടെ തറക്കല്ലിടുകയും ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഈ അടിസ്ഥാന സൗകര്യ പദ്ധതികളെല്ലാം അയോധ്യയ്ക്ക് ആധുനിക രൂപം നൽകും. അയോധ്യയുടെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള നിരവധി പദ്ധതികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധനസഹായം നൽകിയിട്ടുണ്ട്. അത് അയോധ്യയെ ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ വലിയ സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യും. സാമ്പത്തിക വ്യവസ്ഥ അടിമുടി മാറ്റുകയും ചെയ്യും. നിലവിൽ ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ അയോധ്യയെ ഗ്ലോബൽ മെഗാ ടൂറിസ്റ്റ് സിറ്റി ആക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അയോധ്യ മാസ്റ്റർ പ്ലാൻ 2031 അനുസരിച്ച് അതിന്റെ പുനർവികസനം 10 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പ്രതിദിനം ഏകദേശം 3 ലക്ഷം വിദേശ സഞ്ചാരികൾ അയോധ്യയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും പേരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ 85,000 കോടിയോളം രൂപയുടെ പുനർവികസനം ഇവിടെ നടത്തുമെന്നാണ് കണക്കാക്കുന്നത്. ദിക്ഷു കുക്രോജിയാണ് അയോധ്യയെ ലോക നഗരമാക്കാനുള്ള ദർശനരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. സർക്കാർ അതിഥി മന്ദിരങ്ങളും ഹോട്ടലുകളും വാണിജ്യ സമുച്ചയങ്ങളും വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും മാസ്റ്റർ പ്ലാനിൽ പറയുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ 37 ഏജൻസികൾ അയോധ്യയ്ക്ക് പുതിയ രൂപം നൽകാനുള്ള ശ്രമത്തിലാണ്. ഏകദേശം 31,660 കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചിരിക്കുന്നത്. 10,000 കോടി രൂപയുടെ പദ്ധതികളാണ് NHAI കൈകാര്യം ചെയ്യുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ ഇതിനകം 75,000 കോടി രൂപയുടെ 34 പദ്ധതികൾ നടത്തി വരികയാണ്. വിമാനത്താവളം, റെയിൽവേ, ഹൈവേ എന്നിവയുടെ വികസനം വെവ്വേറെയാണ് നടക്കുന്നത്. താജ്, റെസിഡന്റ്, ITC തുടങ്ങിയ ആഡംബര ബ്രാൻഡുകൾ അയോധ്യയിൽ ഹോട്ടലുകൾ തുറക്കാൻ എത്തുമ്പോൾ ഓയോ പോലുള്ള ബജറ്റ് ഹോട്ടൽ ബ്രാൻഡുകളും ഇവിടെ എത്തുമെന്നാണ് റിപ്പോർട്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.